ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. വിക്രം ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ വേദ വന്നിട്ട് പറയും, വല്ലാണ്ട് നാണം കെട്ടുപോയല്ലേ, നെയ്യാറ്റിൻകര നാരായണ സ്വാമി. പക്ഷെ ആ പേരും കോസ്മെറ്റിക് സയൻസും തമ്മിലങ്ങ് ചേരുന്നില്ല അല്ലേ വിക്രമു? ഇവിടെ ഇരിക്കുന്ന ട്രോഫിയും സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഗുണ്ടകളുടെ കൂടെയല്ലേ സഹവാസം? തലച്ചോർപ്പോ തവിട് ഒഴിച്ചൊരു പരിവായി കാണും. കുറച്ചു കാലം അയാളുടെ സഹായി നിൽക്ക്. അപ്പോ തോട്ടക്കര വിക്രമൻ സ്വാമികൾ എന്ന പേരിലെ ഇവിടെ അങ്ങ് തുടങ്ങാം. വിവരക്കേട് എന്ന് വെച്ചാ എങ്ങനെയുണ്ടോ ഒരു വിവരക്കേട്? നാണല്ല മനുഷ്യ നിങ്ങക്ക്? വിക്രം പറയും, നാണമില്ലാത്ത നിനക്കടി, ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടോ പോവാതെ അട്ടയെ പോലെ പറ്റി കിടക്കുന്ന നിനക്കാ നാണം ഇല്ലാത്തത്. വേദവരും പിന്നെ അട്ടയെ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു മുതല്. കാര്യം കൊണ്ടേയും തല്ലിപ്പൊളിയൊക്കെ ആണെങ്കിലും ഇത്തിരി കോമൺ സെൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഹോ, ഇതിപ്പോ അതും ഇല്ലാത്തൊരു കഴുത. അതില് വിക്രം ഡി എന്ന് വിളിച്ചുകൊണ്ട് ആ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. അതില് വേദ വിക്രമിന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് ഒരിതേ വിളച്ചിലെടുത്താലുണ്ടല്ലോ, അതേടോ ഞാൻ നെഗറ്റീവാണ്. താൻ കാണിച്ച അക്രമവും സഹിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയത് പിന്നെ സകല നന്മകളും ഒത്തിണങ്ങിയ ഒരു സർവഗുണശേഖരനായി തന്നെ അങ്ങ് മാറ്റിയെടുക്കാനാണെന്ന് കരുതിയോ? നിങ്ങൾക്ക് വിധിച്ചത് നരകമാണെന്ന് വന്ന് കയറിയ ദിവസം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നിട്ട് എല്ലാം മറന്നും പുറത്തും അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിയപ്പോ പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു ഒരു കോസ്മെറ്റിക് മാഗ്നറ്റിക് ഫ്ലെക്സ്. എനിക്ക് വാക്കിന്റെ അർത്ഥം അറിയാമോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വിഷകന്യകയാണെന്നോ? വിക്രം പറയും, അതെ, എനിക്കതിൽ സംശയമൊന്നുമില്ല. വേദയ്ക്കും അത്ര ഉറപ്പാണോ നിങ്ങൾക്ക്? വിക്രം പറയും, അതെ അതെ അതെ. വേദ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗുരു നെയ്യാറ്റിൻകര സ്വാമി പറഞ്ഞത് ശരിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. കൊലക്കുറ്റത്തിന് ജയിലിൽ പോകുന്നില്ലേ സ്വാമിയുടെ പ്രവചനം? അതിനെ എന്നെ കൊന്നിട്ടാവോ? വിക്രം പറയും, അതാണ് വിധിയെങ്കിൽ ഞാൻ അത് അനുഭവിച്ചോളാം. വേദ പറയും, അയ്യടാ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ വിക്രം മോന്? വിക്രമൻ സ്വാമി, കാലം മാറി. പഴയ മട്ടിലുള്ള മന്ത്രവാദവും ജ്യോതിഷവും മാത്രം പോരാ. മനുഷ്യരെ ഇപ്പോഴും പറ്റിക്കാന്ന് മനസ്സിലാക്കിയ ചില ഗജ ഫ്രോഡുകൾ കുറച്ചുകൂടെ ഡിജിറ്റലായ വഴികൾ ആലോചിക്കുന്നേ ഉള്ളൂ. വശ്യാകർഷണ മന്ത്രം എന്നിങ്ങനെ തട്ടിപ്പിന്റെ അടുത്ത പരിപാടിയാണ് നിങ്ങളിപ്പോ പറഞ്ഞ നെയ്യാറ്റിൻകര സ്വാമിയുടേതു. പഠിപ്പും വരെയുള്ള നിങ്ങളെപ്പോലുള്ള ഒരാളെ ഇതിൽ ചെന്ന് വീഴരുത്. കേട്ടോ എന്റെ വിക്രമൻ സ്വാമി എന്ന് പറഞ്ഞു പോകും. പക്ഷെ തിരികെ വന്നിട്ട്, വിക്രമൻ സ്വാമി, വേദമോള് പോയിട്ടേ അടുക്കളയിൽ അമ്മയൊന്ന് സഹായിച്ചിട്ട് വരാം. അപ്പോഴേക്കും എന്റെ കിടക്കയൊക്കെ താഴെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിച്ചേക്ക്. രാത്രി തട്ടിക്കളയണം തോന്നിയാലേ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താലോ എന്ന് പറഞ്ഞു ഹോം ക്രീം എന്ന് പറഞ്ഞു വിക്രമിന്റെ നേരെ കൈ ഉയർത്തുമ്പോ വിക്രം പറയും, പോടി. അതിന് വേദ പറയും, പോടാ വിക്രമൻ സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് വേദ എവിടുന്ന് പോകും. വിക്രം തലയും ചൊറിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. നന്ദിനി ഇങ്ങനെ ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുക. ശ്രീജ അവിടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് അലക്കി തുണിയൊക്കെ ഇങ്ങനെ ഇടണേ. അപ്പോ സഹായിക്കണമെന്ന് ചോദിച്ച് നന്ദിനി വരുമ്പോ, വേണ്ട, നീയേ ആ പത്രം മുഴുവൻ അരിച്ചു പിറക്കി ഇരുന്ന് പഠിച്ചോ, വൈകുന്നേരം എക്സാം ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ, ഷോ, ഞാൻ ഈ ലോകവിവരം അറിയാൻ വേണ്ടി വായിക്കുന്നതല്ലേ, അല്ലാണ്ട് പണിയെടുക്കാതിരിക്കാനല്ല. ശ്രീജ പറയും, ഞാനേ പണിയെല്ലാം കഴിഞ്ഞിട്ട് അത് വായിക്കാറ്. നന്ദിനിക്കും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ശ്രീജ പറയും, ഒന്നും ചെയ്യണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പൊക്കോ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കും. അപ്പോഴായിരിക്കും വേദ കുളിച്ചൊരുങ്ങി വരുന്നത്. വേദയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഒന്ന് അട്ടിമുടി നോക്കും. എന്താ? ഒന്നുമില്ല. വേദ ശരിയെന്ന് പറഞ്ഞ് അവിടുന്ന് അകത്തേക്ക് പോകുമ്പോ നന്ദിനി ശ്രീജയെ പോയി കൂട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ റൂമിലെ ആ ജനലിന്റെ അടുത്ത് പോയി നിൽക്കും. നോക്ക്, കണ്ടോ അവൾ ചെയ്യുന്ന കണ്ടോ? നോക്കുമ്പോ വേദയുടെ ചെയിൻ തന്നെ കഴുത്തിലിടണേ. ശ്രീജയ്ക്കും, അവളുടെ മാല ഇടല്ലേ, അതിനിപ്പോ എന്താ? അതല്ല ശ്രീജേടത്തി, അവളിനി എന്താ ചെയ്യാൻ പോകുന്നു നോക്ക്, ഞാനിപ്പൊ കാണിച്ചു തരാം. അപ്പോഴേക്ക് വേദ പുറത്തേക്ക് വരും. എന്താണ് രണ്ടുപേരും കൂടെ പുറത്തൊരു ഗൂഢാലോചന? നന്ദിനി പറയും, അതെ, ഗൂഢാലോചന തന്നെയാ. വേദ പറയും, അതെനിക്ക് സംശയമില്ലാതില്ല, പക്ഷേ ശ്രീജേടത്തി എനിക്കെതിരെ ഗൂഢാലോചന നടത്തില്ല അല്ല ഏട്ടത്തി. അപ്പൊ ശ്രീജ ഇങ്ങനെ ചിരിക്കുമ്പോ നന്ദിനി പറയും, ശ്രീജേടത്തി സാക്ഷിയാ. സാക്ഷിയോ? എന്തിന്റെ? ഞാൻ കണ്ടെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ടാ ശ്രീജേടത്തിക്ക് കൂടെ കാണിച്ചു കൊടുത്തത്. അപ്പോ വേദയ്ക്കും, എന്ത്? നീ താലി ഊരി വെച്ചത്? വേദയ്ക്കും, ഇതോ? നന്ദിനി പറയും, വേറെ താലിയൊന്നും നിനക്കില്ലല്ലോ, ഇത് പിന്നെ ഊരാനും ഇടാനുള്ള സൗകര്യത്തിനല്ലേ മാലയിൽ കോർത്തിരിക്കുന്നത്. കുളിക്കാൻ പോയപ്പോ ഞാൻ ഊരി വെച്ചു, വേണമെങ്കിൽ ഞാൻ ഇനി ഊരി വെക്കും. എന്താ, കാണണോ? അല്ലെങ്കിലും നന്ദിനി എടുത്തേ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നന്ദിനി പറയും, ആഹാ, അപ്പൊ അതിനൊക്കെ അറിയാം അത് തെറ്റാണെന്ന് എന്ന് പറഞ്ഞു പോകുമ്പോ ശ്രീചേടത്തി, നന്ദിനി, ഇതിലെന്താ നന്ദിനി ഇത്ര തെറ്റുള്ളത്? കുളിക്കാൻ പോകുമ്പോ ഊരി വെച്ചതാകും. നന്ദിനി പറയും, തെറ്റില്ല, പക്ഷെ ഇവളത് ചെയ്യുമ്പോ വലിയ തെറ്റ് തന്നെയാണ്. വേദയ്ക്കും, അതെന്താ? നന്ദിനി പറയും, നിനക്കല്ലേ ഭാവിയിൽ വലിയ വിശ്വാസം,
അത് പരമശിവന്റെ മുന്നിൽ വെച്ച് കെട്ടിയതാണെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്? വേദയ്ക്കും നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ നന്ദിനി എടുത്തി? താലി എന്നത് നിങ്ങൾക്ക് സ്വർണത്തിലുള്ള ഒരു വസ്തു മാത്രമാണ്. എനിക്കത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ്. നന്ദിനിക്ക് എന്ത്? വേദ പറയും മനസ്സിലായില്ല അല്ലേ? നന്നായി ആലോചിക്കേ, ചിലപ്പോ പിടികിട്ടും. നന്ദിനി പറയും ഹോ അപ്പൊ നിനക്ക് ദൂരി മാറ്റാൻ മടിയൊന്നുമില്ല. വേദയ്ക്കും നന്ദിനി എടുത്ത് ഒരിക്കലും ദൂരിയിട്ടില്ലേ? നന്ദിനി പറയും എനിക്ക് നിന്നെ പോലെ താലിപ്രാന്തൊന്നുമില്ല. വേദ പറയും എങ്കിലും ഒരു കാര്യം ചെയ്യേ, വേറൊരാളെ കൊണ്ട് ഒരു താലി കൂടെ കെട്ടിക്കി. എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞ നന്ദിനി വിരൽ ചൂണ്ടുമ്പോ വേദയ്ക്കും എന്താ പറ്റില്ലേ? അപ്പൊ നന്ദിനി ശ്രീചേർത്തിയോട് പറയും കേട്ടില്ലേ ശ്രീചേർത്തി? വേദ പറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്പല നടയിൽ വെച്ച് വിവാഹത്തിന് വേണ്ടി പൂജിച്ച താലി കഴുത്തിൽ അണിയുന്ന സമയമാണ് വിവാഹം. അതാണ് വിവാഹ മുഹൂർത്തം. അപ്പൊ മുതലേ രണ്ടുപേർ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം അതൊരു സ്വർണ്ണമാല മാത്രമാണ്. അത് കഴുത്തിൽ നിന്ന് അഴിച്ചു വെച്ചാലും ആ ബന്ധത്തിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? ശ്രീചേർത്തിയും പറയും അതാണ് കാര്യം. ഇപ്പൊ മനസ്സിലായോ? അപ്പണ്ടാവോ ഓട്ടോറിക്ഷയിൽ ആരോ വരുന്ന നോക്കുമ്പോ അമ്മയാണേ ക്ഷേത്രത്തിൽ പോയി വരികയാണേ. അമ്മ ഇത് രാവിലെ ഇവിടെ പോയി എന്നോക്കുമ്പോ ഒന്നും പറയുന്നില്ല. ചന്ദ്രനടുത്ത് വേദയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കും. നിങ്ങളാരും രാവിലെ കുളിച്ചിട്ടില്ലല്ലോ. അപ്പൊ നന്ദിനി പറയും ഞങ്ങൾക്കേ ഇവിടെ രാവിലെ പിടിപ്പത് പണിയുണ്ട്. രാവിലെ കുളിച്ച് സുന്ദരിയായി ഇരിക്കലല്ല. വേദയ്ക്കും അമ്മ അമ്പലത്തിൽ പോയോ? അമ്മ പറയും അമ്പലത്തില് മാത്രല്ല മോളെ അന്ന് കൊണ്ടുപോയില്ലേ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പൂജാരി, അവരുടെ വീട്ടിലും പോയി. വേദയ്ക്കും എന്തിനെ? അമ്മ പറയും കാര്യം ഇന്നലെ എല്ലാവരും കൂടെ വിക്രമിന് ചീത്ത പറഞ്ഞെങ്കിലും എങ്കിലും ദോഷം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോന്ന് അറിയണല്ലോ. നന്ദിനി പറയും എന്നിട്ട് എന്ത് പറഞ്ഞു? നെയ്യാറ്റങ്കര സ്വാമി പറഞ്ഞത് അച്ചട്ടാവോ? അമ്മ പറയും വാ അടക്കി നന്ദിനി, എന്റെ മോള് വഴി അവന് നല്ലതേ വരൂ. അവനെ ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങളെ തട്ടി മാറ്റാൻ ദൈവം കൂട്ടിച്ചേർത്തതാ എന്റെ വേദമോളെ. നിങ്ങൾ കഴിച്ചോ? വരൂ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് പോകും. വേദ പറയും വാ നന്ദിനി എടുത്തി, രാവിലെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, വിശക്കുന്നില്ലേ, നമുക്ക് പോയി പുട്ടും കടലയും തട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീചേർത്തിയെ വിളിച്ച് വേദ അവിടുന്ന് പോകും. നന്ദിനി പോകാണ്ട് അവിടെ ഇങ്ങനെ ചമ്മി നിൽക്കുക. അതിനുശേഷം കഴിഞ്ഞ അല്പസമയം കഴിയുമ്പോ വിക്രം പുറത്തെവിടെയോ പോയിട്ട് അങ്ങോട്ട് തിരികെ വരികയാണേ. വേദയുടെ മുന്നിലേക്കാ വരുന്നത്. വിക്രം സ്വാമി എന്ന് വിളിച്ച് അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിടക്കാൻ നേരത്തെ എനിക്കിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റബുദ്ധി ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോന്നുള്ള ഒരു പേടി ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓർക്കങ്ങ് ശരിയായില്ല. വിക്രം പറയും ആണോ? എന്നാലേ 3 തവണ നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. വേദ പറയും അയ്യോ എനിക്ക് 3ാമത്തെ തവണയെങ്കിലും അത് ചെയ്യാമായിരുന്നില്ലേ. വിക്രം പറയും നിന്നെ പോലൊരു കൃമിയെ കൊന്നിട്ട് ജയിലിൽ പോവാനേ എനിക്ക് മനസ്സിലായി. വേദ പറയും അയ്യോ അപ്പൊ വിക്രസ്വാമിയുടെ ഗുരു നെയ്യാറ്റിങ്കര നാരായണസ്വാമിയുടെ പ്രവചനം പൊളിഞ്ഞു പോയില്ലേ? വിക്രം പറയും അതെ, നീ എന്നെ ഒരുമാതിരിപ്പെട്ട പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൂടെ കളിയാക്കാൻ നോക്കിയാലേ ഇതുവരെ ഞാൻ ദേഹോപദ്രവം ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. വേദ പറയും ഇതെന്ത് വർത്താനം എന്റെ വിക്രു? വിഷകന്യകയെ പോലുള്ള എന്നെ കൊന്ന് ജയിലിൽ പോകാൻ നിൽക്കുന്ന നിങ്ങൾക്കാണോ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ഇത്രയ്ക്ക് പ്രയാസം? അതുവിടെ ഞാനേ ഇന്നലെ രാത്രി കിടക്കുമ്പോ ആലോചിക്കുകയായിരുന്നു. സത്യത്തില് നിങ്ങൾ എന്ത് പാവമാണെന്ന്. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും ഓരോന്ന് പറഞ്ഞു തിരിക്കാനും വളരെ എളുപ്പമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ അത് കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക്. വെറുതല്ല നിങ്ങള് അയാളുടെ, അതായത് ശ്രീനിവാസ് സാറിന്റെ അടിമയായി പോയത്. വിക്രം പറയും ഞാൻ ആരുടെയും അടിമയല്ല. വേദ പറയും നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. വിക്രം പറയും എന്നെ സ്വാധീനിക്കാൻ നീയൊന്ന് പോടി. വേദ പറയും ഹോ സ്നേഹിക്കാനും പറ്റില്ല സ്വാധീനിക്കാനും പറ്റില്ല, എന്ത് മനുഷ്യനും നിങ്ങള്. വിക്രം പറയും എന്നെ നീ സ്നേഹിക്കണ്ട. വേദ പറയും എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റണ്ടേ. നിങ്ങളുടെ ഈ ചുറുചുറുക്കും സൗന്ദര്യവും പൗരുഷൊക്കെ കാണുമ്പോ തുരുതുരാന്നിങ്ങനെ പൊട്ടി വിടരാണെന്നേ. വിക്രം ചോദിക്കും എന്ത്? വേദ പറയും കൂണ്. എന്തോന്ന്? വേദ പറയും നിങ്ങളുടെ ഇടിവെട്ടും നല്ല വണ്ണമുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോ എന്റെ മനസ്സിന്റെ പറമ്പ് നിറയെ സ്നേഹക്കൂണുകൾ പൊട്ടി മുളയ്ക്കാണ് എന്റെ വിക്രു. വിക്രം പറയും ഒന്ന് പോയി തരുന്നുണ്ട് അതിന്റെ നാശമേ. വേദ പറയും എന്നോട് പോകാൻ പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയിക്കൂടെ? വിക്രം പറയും അയ്യോ ഞാൻ എപ്പോഴേ റെഡി, നീയൊന്ന് വന്നു തന്നാ മതി. വേദ പറയും പക്ഷേ ട്രാവൽ ഐറ്റംസ് ഞാൻ തീരുമാനിക്കും. 1 ഡേ ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് ആദ്യം പൊന്മുടിയിൽ പോകാം. അവിടെ ഒരു കപ്പിൾ സ്പോട്ട് ഉണ്ട്. അവിടെ കുറെ നേരം മഞ്ഞുകൊണ്ടിരിക്കാം. പോകുന്നേരം കല്ലാറിൽ ഇറങ്ങി കുറച്ചു സമയം തണുത്ത വെള്ളത്തിൽ നീരാടാം. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിനിമയ്ക്ക് പോകാം. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ വിക്രം പറയും ആദ്യം നിർത്ത്. വേദ പറയും അയ്യോ കല്യാണം കഴിഞ്ഞ് സിനിമയ്ക്ക് പോണം, അത് മസ്റ്റാ. നമ്മൾ ഇതേവരെ സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ. കുറെ കാലം കഴിയുമ്പോ കുറച്ച് രസത്തോടു കൂടി ഓർത്തു പറയാൻ പറ്റും. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ടത് മോഹൻലാലിന്റെ തുടരുമാണെന്ന്. വിക്രം പറയും ഇനിയും തുടർന്ന എന്റെ അമ്മയാണ് നിന്നെ തല ഞാൻ തല്ലിപ്പൊളിക്കും. വേദ പറയും വയ്യോ വേണ്ട. അപ്പോഴേക്കും ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് രമ്യ വരിക. കേൾക്കുമ്പോ രണ്ടാളും നല്ല കുട്ടികളായിട്ട് നിൽക്കും. രമ്യക്കും ഞാൻ റോങ് ടൈമിലാണോ വന്നത്? അല്ല ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ റീൽസിനുള്ള പ്രാക്ടീസിലായിരുന്നു.
അപ്പൊ രമ്യക്കും റീൽസിനോ? ഞാനും വിക്രമും കൂടെ ഒരു ചാനൽ തുടങ്ങാൻ പോവാണേ. ഞാനും വിക്രമും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണേ. വിഷകന്യക 2.0 എന്നാണ് ചാനലിന്റെ പേര്. അല്ലേ വിക്രു? അതില് വിക്രം. ഓ വിക്രമിന്റെ പിന്നെ ആദ്യത്തെ പ്രോഗ്രാമിന്റെ പേര് ഇടിവെട്ടി കൂണ് പൊട്ടി. എങ്ങനെയുണ്ട്? നല്ല പേരല്ലേ? ആഹാ നല്ല പേരാ. അതെ പിന്നെ ഞാൻ ഇത്തിരി പായസമായിട്ട് വന്നു. ആ അത് നന്നായി, വാ എന്ന് പറഞ്ഞേ വേദ രമ്യയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണേ. അങ്ങനെ അകത്ത് വന്ന് എല്ലാവരോടും സംസാരിക്കണേ. രമ്യ ഇത്തിരി പായസമായിട്ട് വന്നതാ. അപ്പൊ തന്നെ നന്ദിനിക്ക് അങ്ങ് സന്തോഷവും. പായസോ? എന്താ വിശേഷം? അപ്പൊ രമ്യ പറയും, വിശേഷമൊന്നുമില്ല, വെറുതെ പായസം ഉണ്ടാക്കിയതാ. ആ അത് നന്നായി. ഇവിടെ വെറുതെ ഇത്തിരി ചൂടുവെള്ളം പോലും തിളപ്പിക്കാറില്ല. ഇന്ന് ജോലിക്ക് പോണ്ടേ എന്ന് ചോദിക്കുമ്പോ രമ്യ പറയും, ആ അതിനു മുമ്പ് ഇങ്ങോട്ട് വരാന്ന് കരുതിയതാ. അല്ല തന്റെ വീട് എവിടെയാന്നാ പറഞ്ഞത്? രമ്യ പറയും, വെഞ്ഞാറുമൂടിനടുത്താ. ഹാ അപ്പൊ സുരാജ് വെഞ്ഞാറുമൂടിനെയൊക്കെ അറിയോ? അതിലമ്മ നന്ദിനി എന്ന് വിളിക്കുമ്പോ നന്ദിനി പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണമ്മേ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ രമ്യ പറയും, ഞങ്ങള് 4-5 വർഷം മുമ്പ് അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ച ആൾക്കാരാ. നന്ദിനി പറയും, അയ്യോ അപ്പോഴത്തേക്ക് അദ്ദേഹം എറണാകുളത്തേക്ക് വീട് മാറിക്കാണും. അല്ല സിനിമാ താരങ്ങളൊക്കെ മിക്ക ആൾക്കാരും അവിടെ തന്നെയാണല്ലോ. അങ്ങനെ പായസമൊക്കെ കൊടുക്കുമ്പോ ശ്രീചരത്തി പറയും, മോളിരിക്കേ ഞാൻ ചായ എടുക്കാം. വേണ്ട അമ്മ പറയും, മോളിരിക്കേ. അപ്പോഴും രമ്യ സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഇന്നലെ രാത്രിയില് ഇവിടെ വലിയ ശബ്ദത്തില് സംസാരമൊക്കെ കേട്ടല്ലോ. എന്തോ വഴക്കായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോ അമ്മ ഇങ്ങനെ വേദയെ നോക്കുമ്പോ വേദ പറയും, വഴക്കോ? ഇവിടെയോ? ഇല്ല. അപ്പോ രമ്യ പറയും, ഓ അത് ചിലപ്പോ റീൽസിന്റെ പ്രാക്ടീസ് ആയിരിക്കും അല്ലേ? നന്ദിനി എടുത്ത് വയ്ക്കും, റീൽസോ? ആ അതെ, ഞാൻ വരുമ്പോ വിക്രമും വേദയും കൂടെ ഉമ്മത്ത് നിന്ന് റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയത് വഴക്കായിരിക്കുന്ന. അപ്പോ നന്ദിനി പറയും, ഹോ അങ്ങനെയാണോ വേദ പറഞ്ഞത്? ബെസ്റ്റ്. എന്താ അങ്ങനെയല്ലേ? നന്ദിനി പറയും, എന്റെ രമ്യ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോ. അപ്പോഴേക്ക് വേദ പറയും, അതെ അതെ അങ്ങനെ തന്നെയാ. അതിലെ നന്ദിനി അടുത്തിയും ഒരു റോളൊക്കെ ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു കോമഡി പരിപാടി കേട്ടോ. എല്ലാവർക്കും ഓരോരോ പ്രത്യേക പേരും ഉണ്ട്. നന്ദിനി അടുത്തിയുടെ കഥാപാത്രത്തിന്റെ പേര് പറയട്ടെ? അപ്പോ നന്ദിനി അടുത്ത് ചോദിക്കും, കഥാപാത്രോ? വേദ പറയും, അതെ അത് രമ്യേ, നമ്മുടെ വീട്ടിലെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അത് തുറന്ന് വലുതാക്കുന്ന ചിലരുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാ ഏട്ടത്തിയുടേത്. പേര് പറയട്ടെ ഏട്ടത്തി? തൊരപ്പി ഭവാനി. ഇത് കേൾക്കുമ്പോ രമ്യ പൊട്ടിച്ചിരിക്കും. അമ്മയ്ക്കും ചിരി വരണേ. നന്ദിനിക്കും തൊരപ്പി ഭവാനിയോ? അങ്ങനെയൊന്നുമില്ല, അവൾ അതങ്ങനെ ഓരോന്നും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. നന്ദിനി എന്ന് വിളിക്കുമ്പോ നന്ദിനി പറയും, അമ്മ ഇവള്. അപ്പൊ അമ്മ പറയും, ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോ എന്തായാലും എല്ലാവരും കാണില്ലേ നന്ദിനി? അതില് നന്ദിനി അമ്മേ എന്നിങ്ങനെ കുഞ്ഞു മക്കൾ വിളിക്കുന്ന പോലെ വിളിക്കുമ്പോഴേക്കും ശ്രീചേട്ടത്തി പായസമൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് രമ്യയുടെ പാത്രം തിരികെ കൊടുക്കാണ്. അയ്യോ ഇപ്പൊ തന്നെ കഴുകി കഴിഞ്ഞോ? എന്നാ പിന്നെ ഞാൻ വരട്ടെ അമ്മേ. ശരി എന്ന് പറഞ്ഞിട്ട് രമ്യ അവിടുന്ന് പോകും. പോയി കഴിഞ്ഞാലേ നന്ദിനിക്കും, നീ എന്താടി എന്നെ കുറിച്ച് പറഞ്ഞത്? അപ്പൊ അമ്മ പറയും, പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇവളും വിക്രമും കൂടെ വഴക്കിടായിരുന്നു എന്ന് നിനക്ക് അവളെ പറയാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല. പുറത്ത് വേദയും വിക്രമും കൂടെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്നുകൂടെ തോണ്ടി നോക്കാൻ ആ കുട്ടി ശ്രമിച്ചത്. അതിനെ സഹായിക്കാൻ നീയും. അല്ല നന്ദിനി, എന്തായാലും വേദ നിനക്കിട്ട് പേര് കൊള്ളാം. എന്തായിരുന്നു മോളെ അത്? അപ്പൊ വേദ നന്ദിനിയെ നോക്കിയിട്ട് പറയും, തുരപ്പി ഭവാനി. ഇത് കേട്ട് അമ്മയും ശ്രീചേട്ടത്തിയും കൂടെ വേദയും കൂടെ ഇങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോ എല്ലാരും നോക്കി കുറുമ്പ് കാണിച്ചുകൊണ്ട് നന്ദിനി അവിടുന്ന് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനെയാണ്. വേദയുടെ അച്ഛൻ ഓഫീസിലേക്ക്, അതായത് കോടതിയിലേക്ക് പോകാനായി റെഡിയായി ഒരുങ്ങാണ്. ഇതേ സമയം അമ്മ ഇങ്ങനെ ദീപ്തിക്ക് ടീ കൊടുത്ത് അച്ഛനുള്ളതുമായിട്ട് അവിടുന്ന് വരികയാണ്. ഇതേ സമയം അച്ഛൻ റെഡി താഴേക്ക് ഇറങ്ങി വരുമ്പോ പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. എങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും പറ്റുന്നില്ല. വേദന കൊണ്ട് നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റ്സും അതുപോലെ ലൈക്കും തന്നേക്കണേ. താങ്ക്